പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പൂരം കലക്കലിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഡിജിപിക്കാണ് എഡിജിപി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. 5 മാസത്തിനു ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഡിജിപി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. പൂരം കലക്കൽ വിവാദത്തിൽ പരിശോധനകൾ നടക്കുകയാണെന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. നിലവിൽ പുറത്തുവന്ന വിവരാവകാശ മറുപടി വസ്തുത അനുസരിച്ചല്ല, അത് പ്രഥമദൃഷ്ട്യാ തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡിവൈഎസ്പി സന്തോഷിനെതിരെ നടപടിയെടുത്തതെന്നും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. വലിയ പൊട്ടിത്തെറിക്ക് തന്നെ സിപിഐയിൽ തന്നെ വലിയ പൊട്ടിത്തെറിക്ക് തന്നെ മുന്നണിയിൽ തന്നെ വലിയ പൊട്ടിത്തെറിക്ക് ഈ പൂരം വിവാദം വഴിവെച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോഴിതാ പൂരം കലക്കലിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ള പുതിയ വിവരമാണ് പുറത്തുവരുന്നത്. 24-നകം സമർപ്പിക്കണമെന്നായിരുന്നു റിപ്പോർട്ട് നൽകാൻ പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഇപ്പോഴിതാ ഡിജിപിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് എഡിജിപി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം സുനിൽകുമാർ അടക്കമുള്ളവർ വലിയ വിമർശനവുമായി രംഗത്ത് വന്ന സാഹചര്യമുണ്ടായിരുന്നു. സിപിഐയെ കബളിപ്പിക്കുകയാണോ എന്ന ചോദ്യമടക്കം സുനിൽകുമാർ ഉന്നയിച്ചത് നമ്മൾ കേട്ടതാണ്. പൂരം വിവാദത്തിൽ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള വിവരാവകാശ രേഖയുമായി വന്ന അദ്ദേഹം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി അതിന് കൃത്യമായി മറുപടി പറഞ്ഞു. നിലവിൽ പുറത്തുവന്ന വിവരാവകാശ മറുപടി വസ്തുതയനുസരിച്ചല്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനുശേഷം 24-നകം റിപ്പോർട്ട് നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ ഉത്തരവിന് പിന്നാലെ മണിക്കൂറുകൾക്കകം ഇപ്പോൾ എഡിജിപി റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ള പുതിയ വിവരമാണ് പുറത്തുവരുന്നത്. സിപിഐക്കുള്ളിൽ തന്നെ വലിയ പുകച്ചിലുകൾക്ക് കാരണമായിരുന്നു ഈ പൂരം വിവാദവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നടക്കാത്തത്. ഏറ്റവും പ്രധാനമായി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ മൊഴിയെടുപ്പ് പോലും നടന്നത് പ്രഹസനമായിരുന്നു എന്നുള്ള ചോദ്യമടക്കം ഉന്നയിച്ചിരുന്നു സുനിൽകുമാർ. അദ്ദേഹം തന്നെ പക്ഷേ പറയുകയും ചെയ്തു, എനിക്ക് മുഖ്യമന്ത്രി വിശ്വാസമാണ്, അദ്ദേഹത്തിന്റെ അന്വേഷണ സംവിധാനത്തെ തനിക്ക് വിശ്വാസമാണെന്ന് അദ്ദേഹം പറഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് ഏറ്റവും പ്രധാനമായത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാരണമാകും എന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം എടുത്തിടുകയും അദ്ദേഹം പറയുകയും ചെയ്തു, ഇത് വിവരാവകാശ രേഖ വസ്തുതാവിഷ്ടമല്ല ഇന്ന് പുറത്തു വന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടായിരുന്നു. പ്രഥമദൃഷ്ട്യാ തനിക്കത് ബോധ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. എന്നാലും ഇപ്പോൾ ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. 5 മാസത്തിന് ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഡിജിപി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നാണ് പുതിയ വാർത്ത.